കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ മണ്ഡോദരി കരയണത് കേട്ടിട്ട് രാവണൻ ആ രാജ്ഞി വിട്ടുപോകുന്നു പറഞ്ഞ് ആ ഹോമം ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് നീട്ടു. അപ്പോൾ ഹോമം മുടങ്ങിയല്ലോ അല്ലേ. എന്നിട്ട് അങ്കദൻ്റെ അരക്കെട്ടിൽ ഒന്ന് വെട്ടി വാളോണ്ടെന്ന് പറഞ്ഞു നമ്മളല്ലേ. അപ്പോൾ എല്ലാ വാനന്മാരും ഓടിപ്പോയി അവിടുന്ന്. പക്ഷേ ഹോമത്തെ മുടക്കി. കാരണം ഹോമം ചെയ്യണം നീട്ടിട്ട് ഹിംസയും കൂടിയും ചെയ്തു, വാളുകൊണ്ട് വെട്ടൊക്കെ ചെയ്തുവല്ലോ. അപ്പോൾ ഹോമം മുടങ്ങി. അതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതേ. അപ്പോൾ നമുക്ക് ഇനി 35ാമത്തെ ശ്ലോകം വായിക്കാം കേട്ടോ. രാമപാർശ്വമുപാഗമ്യ തസ്ഥു സർവേ പ്രഹർഷിതാ രാവണസ്തു തതോ ഭാര്യാം ഉവാച പരിസാന്ത്വയൻ. സർവേ രാമപാർശ്വം ഉപാഗമ്യ, എല്ലാവരും രാമൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പ്രഹർഷിതാഹ തസ്തു, സന്തോഷമായി, കാരണം ഹോമം മുടക്കി. അവിടെ നിന്നു. എന്നിട്ട് മുമ്പിൽ രാവണത്തു, രാവണനാകട്ടെ തഥ ഭാര്യാം പരിസാന്ത്വയൻ ഉവാച, ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഈ രാവണൻ മണ്ഡോദരിയോട് പറയണതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എല്ലാ വാനന്മാരും ഓടി വന്നിട്ട് രാമൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ അവിടെ രാവണൻ എന്താണ്, ഭാര്യയെ സമാധാനിപ്പിക്കുവാനായി ഇപ്രകാരം പറഞ്ഞു. രാമപാർശ്വം ഉപാഗമ്യ തസ്ഥു സർവേ പ്രഹർഷിതാഹ. സന്തോഷത്തോടുകൂടിയ വാനന്മാർ വന്നത്. ഹോമം മുടക്കാൻ സാധിച്ചുല്ലോ. രാവണസ്തു തതോ ഭാര്യാം ഉവാച പരിസാന്ത്വയൻ. സമാധാനിപ്പിക്കുന്ന വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ദൈവാധീനമിദം ഭദ്രേ ജീവത കിം ന ദൃശ്യതേ ത്യജ ശോകം വിശാലാക്ഷി ജ്ഞാനമാലംബ്യ നിശ്ചിതം. എന്താ പറഞ്ഞ? ഭദ്രേ എന്ന് വിളിക്കുകയാണ് സംബോധന. ഇതം ദൈവാധീനം. ഹേ ഭദ്രേ, ഈ ലോകം ദൈവത്തിൻ്റെ അധീനത്തിലാണ്. ഇതം ച ഈ ഇഹലോകം, ഈ ലോകം ദൈവത്തിൻ്റെ കയ്യിലാണ്. ജീവത കിം ന ദൃശ്യതേ, നമുക്ക് ഒന്നും അറിയില്ല. ജീവിക്കുന്നവനാൽ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് എന്താ അറിയാമെന്ന്. വിശാലാക്ഷി നിശ്ചിതം ജ്ഞാനം ആലംബ്യ ശോകം ത്യജ. ഹേ വിശാലമായ കണ്ണുകളോട് കൂടിയവളെ സുന്ദരി, ജ്ഞാനത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ട് ശോകത്തെ ത്യജിക്കാലും എന്ന് പറഞ്ഞു. ത്യജ ശോകം വിശാലാക്ഷി, അതായത് നിന്റെ ദുഃഖത്തിനെ ത്യജിക്കൂ. എങ്ങനെ? ജ്ഞാനമാലംബ്യ, ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട്. ദൈവാധീനമിതം ഭദ്രേ ജീവതാ കിം ന ദൃശ്യതേ ത്യജശോകം വിശാലാക്ഷി ജ്ഞാനമാലംബ്യ നിശ്ചിതം. ജ്ഞാനിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു അല്ലേ രാവണൻ. പക്ഷെ എത്ര ജ്ഞാനം ഉപദേശിക്കണം നോക്കൂ. ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലല്ല, ദൈവാധീനാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ ഈശ്വരൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്ലോകത്തിനെ ത്യജിക്കൂ, എന്നിട്ട് ഈ ജ്ഞാനത്തെ ആശ്രയിക്കൂ, അതായത് ഈ അറിവിനെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞു. അജ്ഞാനപ്രഭവ ശോകോ ജ്ഞാനവിനാശകൃത് അജ്ഞാനപ്രഭവാഹം ധീഹി ശരീരാദിഷ്വനാത്മസു. എത്ര നല്ലൊരു എന്താണ് പറഞ്ഞു കൊടുക്കണേ. എന്താ അറിയോ? ശോക അജ്ഞാനപ്രദം വഹ, ദുഃഖത്തിൽ നിന്നാണ്. ദുഃഖം അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാവണത്. ശോക ജ്ഞാനവിനാശകൃത്ത്, ഈ ദുഃഖം ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതാണ്, ജ്ഞാനം ദുഃഖത്തെ നശിപ്പിക്കും. പക്ഷേ അജ്ഞാനം കൊണ്ടുണ്ടാവണ ദുഃഖം നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് ഉണരാൻ സമ്മതിക്കില്ല. ശോകം ജ്ഞാനവിനാശം, ജ്ഞാനത്തെ നശിപ്പിക്കുന്ന. അതായത് എത്ര ദുഃഖമുണ്ടെങ്കിൽ നമുക്ക് അജ്ഞാനത്തിൽ നിന്ന് ഉണരാൻ വിഷമാണ്. അനാത്മസു ശരീരാദിഷു, ആത്മാവല്ലാത്ത ഈ ശരീരത്തിൽ
അഹംധി അജ്ഞാനപ്രഭ, ഞാനെന്ന ബുദ്ധി ഉണ്ടാവണത് തന്നെ അജ്ഞാനത്തു നിന്നാണെന്ന് പറയുകയാണ്. അതായത് അജ്ഞാനപ്രഭവ ശോകോ ജ്ഞാനവിനാശകൃത് അജ്ഞാനപ്രഭവാഹം ധീഹി ശരീരാദിഷ്വനാത്മസു. എന്താ പറഞ്ഞാൽ ഈ അജ്ഞാനം ഉണ്ടാവണത് അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ശോകം ഉണ്ടാവണം. എന്നാൽ ശോകം കൊണ്ട് ജ്ഞാനം നശിക്കുകയും ചെയ്യും. അതായത് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജ്ഞാനം ഉദയം ചെയ്യാൻ വിഷമമാണ്, ജ്ഞാനം ഉണരാൻ വിഷമമാണ്. അപ്പോൾ പിന്നെ അജ്ഞാനം കൊണ്ടാണ് ശോകം ഉണ്ടാവണത്. ഈ ശോകം നമ്മളെ അജ്ഞാനത്തിൽ തന്നെ വർത്തിക്കാൻ ആണ് പ്രേരിപ്പിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ത്യജശോകം പറഞ്ഞത്. അജ്ഞാനപ്രഭവാഹം, അതുകൊണ്ടാണ് അജ്ഞാനം കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മൾ ആത്മാവല്ല അനാത്മാവായിട്ടുള്ള ഈ ശരീരമാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണത് നമ്മുടെ അജ്ഞാനം കൊണ്ട് മാത്രമാണ്. ഇപ്പം നമുക്കൊക്കെ ശരീരാഭിമാനം ഉണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ ദേഹത്തിനെയാണ് നമ്മളെപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലേ. അത് അജ്ഞാനം കൊണ്ട് മാത്രമാണെന്ന്, അജ്ഞാനം കൊണ്ട് ഉണ്ടാവണതാണ് ഈ നമുക്ക് ദേഹാഭിമാനം. അതാണ് പറഞ്ഞത് രണ്ടാമത്തെ വരിയിൽ. ഇനി 38. തന്മൂല പുത്രധാരാദി സംബന്ധ സംസൃതിസ്തത ഹർഷശോകഭയക്രോധലോഭമോഹസ്പൃഹാദയാം. അത് പറഞ്ഞിട്ട്, അതായത് അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ആത്മാവല്ലാത്ത ഈ ശരീരം ഞാനാണ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ശരീരാഭിമാനം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയണേ? പുത്രധാരാദി സംബന്ധം തന്മൂലം, ഈ പുത്രഭാര്യ എന്നുള്ള നമ്മുടെ ആ വിചാരം ഉണ്ടല്ലോ, ആ അതിയായിട്ടുള്ള ആസക്തി, അത് ഈ ദേഹാഭിമാനത്തിൽ നിന്നാണ് ഉണ്ടാവണത്. ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് എൻ്റെ പുത്രൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നൊക്കെയുള്ള ബോധം ഉണ്ടാവണത്. ഞാൻ എൻ്റെ അഹന്ത, ഈ അഹന്തയും മമതയ്ക്കും കാരണം എന്താണ്? ദേഹാഭിമാനമാണെന്ന്. തതസംസൃതി, അതിൽ നിന്നാണ് ഈ സംസാരം മുഴുവൻ ഉണ്ടാവണത്. ഹർഷശോക ഭയക്രോധ ലോഭ മോഹസ്പൃഹാദയ, സന്തോഷം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മോഹം, ആശ, ഇതൊക്കെ ഈ ദേഹാഭിമാനത്തിൽ നിന്നാണ് ഉണ്ടാവണമെന്ന്. നമുക്ക് പുത്രധാരാദികളായിട്ടുള്ള സംബന്ധവും അതല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റും പിന്നെയോ ഈ സംസാരം തന്നെയും ഈ ലോകം തന്നെയും, ദേഹാഭിമാനം ഇല്ലെങ്കിൽ ലോകമില്ല. അയം ആത്മാ, ഞാൻ ആത്മാവാണ്, ആ ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സംസാരമില്ലല്ലോ. അപ്പോൾ ഈ പുത്രധാരാദിയായിട്ടുള്ള നമ്മളുടെ ആസക്തിയൊക്കെ ദേഹാഭിമാനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സംസാരം മുഴുവൻ, പിന്നെയോ ശോകക്രോധ ഭയ ലോഭ മോഹ മാത്സര്യാദികളൊക്കെ ഇതിന്നുണ്ടാവണതാണ്. തന്മൂല പുത്രധാരാദി സംബന്ധ സംസൃതിസ്തത ഹർഷശോക ഭയ ക്രോധ ലോഭ മോഹസ്പൃഹാദയ, അതിന്നൊക്കെ ദേഹാഭിമാനത്തിനുണ്ടാവണതാണ്. അജ്ഞാനപ്രഭവാഹ്യേതേ ജന്മമൃത്യുജരാദയ ആത്മാതു കേവല ശുദ്ധോ വ്യതിരിക്തോ ഹ്യലേപക. പിന്നെന്താ വെച്ചാൽ ജന്മമൃത്യുജരാദയ, ജനനം മരണം ജര എന്നിവയെയും, ഏതേ ഇവ അജ്ഞാനപ്രഭവ, അജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് ഈ ജനനവും മരണവും വാർദ്ധക്യവും ജരയും ഒക്കെ. ആത്മാതു കേവല ശുദ്ധ വ്യതിരിക്ത അലേപക ഹി, ആത്മാവ് പറഞ്ഞില്ലേ, ആത്മാവാകട്ടെ കേവലനും ഏകനാണ്, ശുദ്ധനാണ്, എല്ലാത്തിൽ നിന്നും വ്യതിരിക്തൻ വേറിട്ട് നിൽക്കുന്നവനാണ്, അലേപകനും ഒന്നായിട്ട് ഒട്ടലില്ലാത്തവനും ആകുന്നു നിശ്ചയം. എന്താ പറഞ്ഞാൽ ഈ അജ്ഞാനത്തിന്ന് മാത്രമാണ്, അജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ജന്മമൃത്യു ജരാ ഒക്കെ ഉണ്ടാവുന്നത്. ആത്മാവിന് അതൊന്നുമില്ല. ആത്മാവ് ഏകനാണ്, ശുദ്ധനാണ്, വേറിട്ട് നിൽക്കുന്നവനാണ്, ഒന്നിനോടും ഒട്ടാത്തവനാണ് എന്ന് പറഞ്ഞു അല്ലേ. അജ്ഞാനപ്രഭവാഹ്യേതേ ജന്മമൃത്യുജരാദയ, അജ്ഞാനം കൊണ്ട് ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരണത്. ഏത് നിമിഷമാണ് നമുക്ക് ഞാൻ ആത്മാവാണ് എന്നുള്ളത് അനുഭവം ആവണ, അന്ന് ലോകമില്ല, പിന്നെ ജന്മജരാ മൃത്യു ഒന്നുമില്ല. കാരണം ആത്മാവിന് അതൊന്നുമില്ലല്ലോ, നിത്യനും ശുദ്ധനും ഏകനും ഒക്കെ അല്ലേ. അജ്ഞാനപ്രഭവാഹ്യേതേ ജന്മമൃത്യുജരാദയ
ആത്മാ തു കേവലശുദ്ധോ വ്യതിരിക്തോ ഹ്യലേപക ആനന്ദരൂപോ ജ്ഞാനാത്മാ സർവഭാവവിവർജിത ന സംയോഗോ വിയോഗോ വാ വിദ്യതേ കേനചിൽ സതഃ. അപ്പോൾ പിന്നെന്താ പറയണ? ആനന്ദരൂപ ജ്ഞാനാത്മാ സർവഭാവവിവർജിത. ഈ ആത്മാവ് ആനന്ദസ്വരൂപനും ജ്ഞാനസ്വരൂപനും സർവഭാവങ്ങളോടും കൂടാത്തവനുമാകുന്നു. അല്ലെ, നിർവികാരനാണല്ലോ. ആനന്ദസ്വരൂപനും ജ്ഞാനസ്വരൂപനുമാണ്. അതാണ് ആനന്ദരൂപ. ജ്ഞാനാത്മാ സർവഭാവ വിവർജിത, വേറെ വികാരഹീനനാണ്. പിന്നെയോ സത കേനചിത് സംയോഗ വിയോഗ വാന്ന വിദ്യതേ. അതായത് സത്തിന് ഒന്നിനോടും ചേർച്ചയോ വിയോഗോ ഇല്ലയെന്ന്. ഒന്നിനോടും സത്തായിട്ടുള്ള ആ പരമമായിട്ടുള്ള ആ സത്തിന് ഒന്നിനോടും ചേർച്ചയോ വിയോഗോ ഇല്ല. അതാണ് ഇതിൽ പറഞ്ഞത്. ആനന്ദരൂപോ ജ്ഞാനാത്മാ സർവഭാവ വിവർജിത. ആനന്ദരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, വേറൊരു ഭാവങ്ങളും ഇല്ല, വികാരഹീനനാണ്. പിന്നെയോ ആ സത്തായിട്ടുള്ള ആ ശക്തിക്ക് ന സംയോഗോ വിയോഗോ, ഒന്നിനോടും ചേർച്ചയോ വേർപിരിയലോ ഒന്നുമില്ല, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. വിദ്യതേ കേനചിൽ സത, ആ സത്തായിട്ടുള്ളതിന് വേറൊന്നുമില്ല. ഏവം ജ്ഞാത്വാ ത്വമാത്മാനം ത്യജ ശോകമനിന്ദിതേ ഇദാനീമേവ ഗച്ഛാമി ഹത്വാ രാമം സലക്ഷ്മണം. ഏവം ജ്ഞാത്വ, ഈ സത്യം അറിഞ്ഞിട്ട്, ഇപ്രകാരം അറിഞ്ഞിട്ട്, അനിന്ദിതേ വിളിക്കുകയാണ്. അനിന്ദിതേ ഇദാനീം ഏവ ഗച്ഛാമി, ഇപ്പം തന്നെ ഞാൻ പോകട്ടെ, നീ അതറിഞ്ഞ് ശോകത്തെ ത്യജിക്കൂ. ഇപ്രകാരം അറിഞ്ഞിട്ട് അനിന്ദിത്വം ശോകം ത്യജ, ഹേ പൂജ്യേ. അനിന്ദിതേ എന്നാൽ പൂജ്യേ, നീ ശോകത്തെ ത്യജിച്ചാലും ഇദാനീമേവ ഗച്ഛാമി, ഇപ്പം തന്നെ ഞാൻ പോകട്ടെ. എന്നിട്ടോ സലക്ഷ്മണം രാമം ഹത്വ ആഗമിഷ്യാമി, രാമനെയും ലക്ഷ്മണനെയും നിഗ്രഹിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയാണ്. അതുകൊണ്ട് നീ ശോകം ത്യജിക്കാൻ. ഏവം ജ്ഞാത്വ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട്, ത്വമാത്മാനം ത്യജ ശോകമനിന്ദിതേ, ഹേ പൂജയായിട്ടുള്ളവളെ, ശോകത്തെ ത്യജിച്ചാലും ഇദാനീമേവ ഗച്ഛാമി, ഞാനിപ്പം തന്നെ പോവുകയാണ്. എന്തിന്? ഹത്വാ രാമം സലക്ഷ്മണം, രാമനെയും ലക്ഷ്മണനെയും കൊന്നിട്ട് വരാമെന്ന്. ആഗമിഷ്യാമി നോ ചേന്മാം ധാരയിഷ്യതി സായകൈ ശ്രീരാമോ വ്രജകൽപ്പൈശ്ച തതോ ഗച്ഛാമി തത്പദം. പിന്നെന്താ പറഞ്ഞാൽ, നോ ചേത് ശ്രീരാമ വജ്രകൽപ്പൈ സായകൈ മാം ധാരയിഷ്യതി, അല്ലെങ്കിൽ, നോ ചേച്ചാൽ അല്ലെങ്കിൽ, ശ്രീരാമൻ വജ്രകൽപ്പൈ സായകൈ, വജ്രതുല്യങ്ങളായ അമ്പുകളാൽ മാം ധാരയിഷ്യതി, എന്നെ നിഗ്രഹിക്കും. ഇപ്പം തന്നെ ഞാൻ പോയി അവരെ കൊന്നുവരാം, അല്ലെങ്കിൽ വജ്രതുല്യങ്ങളായ ബാണങ്ങൾ കൊണ്ട് എന്നെ നശിപ്പിക്കും. തഥാ തൽപദം ഗച്ഛാമി, എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ സ്ഥാനത്തെ ഞാൻ പ്രാപിക്കുന്നേ എന്ന് പറയണം. അതായത് ആഗമിഷ്യാമി നോ ചേന്മാം ധാരയിഷ്യതി സായകൈ ശ്രീരാമോ വ്രജകൽപ്പൈശ്ച തതോ ഗച്ഛാമി തത്പദം. അപ്പം ഞാൻ ശ്രീരാമൻ്റെ പാദത്തിൽ ലയിക്കുമല്ലോ. ഇനി ഒരു ശ്ലോകമാണ്. ഇതൊക്കെ ഇതാണ് കേട്ടോ, ഒന്നിച്ചൊരു ഉപദേശമാണ്. തഥാ ത്വയാമേ കർത്തവ്യ ക്രിയാ മശാസനാൽ പ്രിയേ സീതാം ഹത്വാ മയാ സാർദ്ധം ത്വം പ്രവേക്ഷ്യസി പാവകം. എന്നിട്ട് എന്താ പറഞ്ഞാൽ, തഥാ പ്രിയേ മച്ഛാസനാൽ, അപ്പോൾ ഹേ പ്രിയേ, എൻ്റെ ആജ്ഞപ്രകാരം, എൻ്റെ ശാസനപ്രകാരം, മേ ക്രിയാത്വയാ കർത്തവ്യ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്നെ രാമൻ കൊല്ലും ഇപ്പം ഞാൻ പോയിട്ടില്ലെങ്കിൽ. സീതാം ഹത്വ, സീതയെ കൊന്നിട്ട്, മയാ സാർദ്ധം, എന്നോടുകൂടെ, ത്വം പാവകം പ്രവേശിസി, നീയും നീ പ്രവേശിക്കണം എന്ന്. ഈ ഒരു എല്ലാ ശ്ലോകത്തിൻ്റെ ഒന്നിച്ചൊന്നൊരർത്ഥം പറയുകയാണെന്ന് വെച്ചാൽ അത് ശരിക്കും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഓരോ ശ്ലോകമായിട്ട് ചെയ്തത് നമുക്ക് നോക്കാം. അതായത് ഈ 36 തൊട്ട് 43 വരെയുള്ള ശ്ലോകം ശരിക്കും പറയാച്ചാൽ മുഴുവൻ രാവണൻ പറയണതാണ്. ആ രാവണൻ്റെ വാക്കുകളെ നമുക്കൊന്ന് ഒന്നിച്ച് പറയാൻ നോക്കാം. ഹേ സുന്ദരിയായിട്ടുള്ള മണ്ഡോദരി, ഈ ലോകം
ദൈവത്തിന് അധീനമാണ്, അല്ലെങ്കിൽ വിധി ആണ് ഇതൊക്കെ. ദൈവാധീനമാണ് നമുക്ക് സംഭവിക്കണതൊക്കെ. നമ്മളൊക്കെ ഈ വരാൻ പോണതോ എന്തുകൊണ്ട് വന്നു എന്നോ വരാൻ പോണതിനോ പറ്റിയൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. എല്ലാം ദൈവനിശ്ചയമാണ്. സംഭവിക്കാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, എല്ലാം ഈശ്വരഹിതാണ് എന്നുള്ള ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് നീ ദുഃഖത്തെ വിട്ടുകളയൂ. എനിക്ക് ഇങ്ങനൊരവസ്ഥ നേരിട്ടുവല്ലോ എന്ന് വിചാരിച്ച് നീ ഒട്ടും വിഷമിക്കണ്ട. ഈ ദുഃഖമൊക്കെ വരണത് നമ്മുടെ അജ്ഞാനത്തിൽ നിന്നാണ്. ഖേദം നമ്മുടെ ജ്ഞാനത്തിനെ ഉദിക്കാൻ സമ്മതിക്കില്ല. ഖേദം അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാവണം. ആ ദുഃഖം നമ്മളെ അജ്ഞാനത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജ്ഞാനം ഉദിക്കാൻ സമ്മതിക്കില്ല. ആത്മാവല്ലാതുള്ള ഈ ദേഹാദി വസ്തുക്കളിൽ ഉള്ള ആ ഞാനാണ് എന്നുള്ള ബോധം, അതായത് ദേഹാഭിമാനം അജ്ഞാനത്തിൽ നിന്നുണ്ടാവണമാണ്. ആ ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് പുത്രൻ, ഭാര്യ ഇങ്ങനെയുള്ളവരോടൊക്കെ അതിയായിട്ടുള്ള ആസക്തിയും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ജനന മരണ പ്രവാഹമായ ഈ സംസാരത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയേണ്ടി വരുന്നത്. സന്തോഷം, ദുഃഖം, പേടി, കോപം, ലോഭം, മോഹ, ഇതൊക്കെ ജനനം, മരണം, ജര, ഇതൊക്കെ അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എന്നാൽ ആത്മാവിന് ഇതൊന്നുമില്ല, ഈ അനുഭവമൊന്നുമില്ല. ദേഹാഭിമാനമുള്ളപ്പോൾ മാത്രമേ അതുള്ളൂ. നമ്മൾ ആത്മാവാണ് എന്നങ്ങടെ അനുഭവമായാൽ പിന്നെ ആത്മാവ് ഏകനാണ്, ശുദ്ധനാണ്, എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നവനാണ്. സുഖദുഃഖാദി ഒരു ഭാവങ്ങളോടും ചേർച്ചല്ല, നിർവികാരനാണ്, ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, നിർവികാരനാണ്, അല്ലേ? നാശരഹിതനാണ് ആത്മാവേ. അതിനൊന്നിനോടും ചേർച്ചയോ വേർപാടോ ഒരു കാലത്തും ഇല്ല. ഹേ വളരെ പൂജ്യയായിട്ടുള്ള മണ്ഡോദരി, ഇപ്രകാരമുള്ള അറിവിനെ നീ അറിഞ്ഞിട്ട് നീ ദുഃഖത്തെ ഉപേക്ഷിച്ചാലും ഞാനിപ്പം തന്നെ പോയി രാമനെയും ലക്ഷ്മണനെയും നിഗ്രഹിച്ചിട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് നിഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാമൻ വജ്രതുല്യങ്ങളായ അമ്പുകൾ കൊണ്ട് എന്നെ വധിക്കും. ഒന്നുകിൽ ഞാൻ രാമനെ വധിക്കും, അല്ലെങ്കിൽ രാമൻ എന്നെ വധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ രാമൻ്റെ സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിൽ എത്തും ചെയ്യും. രാമനാൽ വധിക്കപ്പെട്ടാൽ ഞാൻ രാമപാദം ചേരുമല്ലോ. അങ്ങനെ വന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. സീതയെ കൊന്നിട്ട് നീ സീതയെ കൊല്ലണം. ഞാൻ ഒന്നുകിൽ ഞാൻ രാമനെയും ലക്ഷ്മണനെയും വധിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ രാമനാൽ വധിക്കപ്പെടും. അപ്പം എനിക്ക് രാമപാദം പോകാം. പക്ഷേ ഞാൻ രാമനാൽ വധിക്കപ്പെട്ടാൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ആ സീതയെ കൊല്ലണം. എന്നിട്ട് എന്നോടുകൂടി എന്നെ ദയിപ്പിക്കുമ്പോൾ ആ അഗ്നിയിൽ നീ എന്നോടുകൂടി പ്രവേശിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ ശ്ലോകം മുഴുവനെ പറഞ്ഞത് അതാണ് ഏകദേശം. ഇനി നമുക്ക് 44 പോവാം. ഏവം ശ്രുത്വാവച, അതാണ് രാവണൻ്റെ വാക്കുകൾ കേട്ടോ. ഏവം ശ്രുത്വാവചസ്തസ്യ രാവണസ്യാദി ദുഃഖിത ഉവാച നാഥമേ വാക്യം ശൃണു സത്യം തഥാ കുരു. തസ്യ രാവണസ്യ ഏവാ വചഃ ശ്രുത്വ, ആ രാവണൻ്റെ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടിട്ട് അതിദുഃഖിത ഉവാച, അതീവ ദുഃഖത്തോടു കൂടിയവളായിട്ട് പറഞ്ഞു, നാഥ മേ സത്യം വാക്യം ശൃണു, ഹേ നാഥ എൻ്റെ വാക്കിനെ കേട്ടാലും തഥാ കുരു, അപ്രകാരം ചെയ്താലും എന്ന് പറഞ്ഞു. അതായത് രാവണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മണ്ഡോദരി അങ്ങോട്ട് പറഞ്ഞു, ഹേ നാഥ ഞാൻ പറയുന്ന സത്യമായിട്ടുള്ള വാക്കുകളെ കേട്ട് അപ്രകാരം പ്രവർത്തിച്ചാലും ഞാൻ പറയണത് കേൾക്കൂന്ന്. അതാണ് മണ്ഡോദരി അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. നോക്കാം നമുക്ക്. ഏവം ശ്രുത്വാ വചസ്തസ്യ രാവണസ്യാതിദുഃഖിത ഉവാച നാഥ മേ വാക്യം ശൃണു സത്യം തഥാ കുരു. പിന്നെ 45. ശക്യോ ന രാഘവോ ജേതും ത്വയാ ചാന്യൈ കദാചന രാമോ ദേവവര സാക്ഷാൽ പ്രധാന പുരുഷേശ്വര. എത്ര നല്ല എന്തൊരു അറിവുള്ള സ്ത്രീ മണ്ഡോദരി. നമ്മൾ ഈ പഞ്ചകന്യകളിലും മണ്ഡോദരി പറയണത് കുറ്റല്ല. ത്വയാ അന്യൈഹീച്ച, അങ്ങയാലും അന്യന്മാരാലും രാഘവ ജേതും ന കജാചന ശക്യ, രാമനെ ജയിക്കാനായിക്കൊണ്ട് ഒരു കാലത്തും സാധ്യമല്ല. ആരാലും
അങ്ങയാലും അന്യന്മാർ ആരാലും തന്നെ രാഘവനെ ജയിക്കാൻ ഒരു കാലത്തും കഥാചന ശക്യ, ഒരു കാലത്തും സാധ്യമല്ല. എന്ന കഥാചന രാമ പ്രധാന പുരുഷേശ്വര സാക്ഷാൽ ദേവര. രാമനൊരു മനുഷ്യനൊന്നല്ല, ആ ആദി പുരുഷനായിട്ടുള്ള ഈശ്വരൻ, നാരായണനായിട്ടുള്ള ഈശ്വരൻ, സാക്ഷാൽ ഈശ്വരനാണെന്ന്. എന്താണ് മണ്ടോദരിക്ക് നല്ല അറിവുണ്ട് കേട്ടോ. നാഥ, അങ്ങയ്ക്കോ അങ്ങല്ലാത്ത അന്യന്മാരായിട്ടുള്ള വേറെ ഏതൊരാൾക്കോ രാമനെ ഒരു കാലത്തും ജയിക്കാൻ കഴിയില്ല. രാമൻ ഈ പ്രകൃതിയുടെയും ഈ ലോകത്തിൻ്റെയും സകല ജീവന്മാരുടെയും നിയന്താവായിട്ടുള്ള സാക്ഷാൽ ആദ്യ പുരുഷനായിട്ടുള്ള നാരായണനാണ് എന്നാണ് പറഞ്ഞത്. എന്തൊരു അറിവുണ്ടല്ലേ മണ്ടോദരിക്ക്. ശക്യോ നരാഘവോ ജേതും ത്വയാചാന്യേ കഥാചന രാമോ ദേവവര സാക്ഷാൽ പ്രധാന പുരുഷേശ്വര. ഇനി 46. മത്സ്യോ ഭൂത്വാ പുരാ കൽപ്പേ മനും വൈവസ്വതം പ്രഭു രരക്ഷ സകലാപദ്ഭ്യോ രാഘവോ ഭക്തവത്സല. പുരാകൽപ്പേ, പണ്ടത്തെ കൽപ്പത്തിൽ പ്രഭു ഭക്തവത്സല രാഘവൻ, പ്രഭുവായിട്ടുള്ള ശ്രീരാമദേവൻ ഭക്തവത്സലനുമായി, അതായത് ഭക്തവത്സലനും പ്രഭുവായിട്ടുള്ള ശ്രീരാമദേവൻ മത്സ്യഭൂത്വ, മത്സ്യാവതാരം എടുത്തിട്ട് വൈവസ്വതമനുവിനെ സകല ആപദ്ഭ്യ രക്ഷ, എല്ലാ ആപത്തുകളും രക്ഷിച്ച ആളാണ്. ഈ ആദിനാരായണൻ തന്നെയാണ്. ഇദ്ദേഹം എല്ലാം ചെയ്യാൻ സമർത്ഥനാണ്, ഭക്തവത്സലനാണ്. ഈ രാമൻ തന്നെയാണ് പണ്ട് കൽപ്പകാലത്തിൽ മത്സ്യമായിട്ട് അവതരിച്ചിട്ട് വൈവസ്വത മനുവിനെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചതും ഈ രാമൻ തന്നെയാണ്. മത്സ്യോ ഭൂത്വാ പുരാ കൽപ്പേ മനും വൈവസ്വതം പ്രഭു രരക്ഷ സകല ആപദ്ഭ്യോ രാഘവോ ഭക്തവത്സല. 47. രാമ കൂർമോ ഭവൽപൂർവം ലക്ഷയോജന വിസ്തൃത സമുദ്രമഥനെ പൃഷ്ഠേ ദധാര കനകാചലം. ഈ രാമൻ തന്നെ പൂർവം പണ്ട് ലക്ഷയോജന വിസ്തൃതം, 1,00,000 യോജന വിസ്താരമുള്ള കൂർമഹ ഭൂത്വ, ആമയായിട്ട് ഭവിച്ചിട്ട് സമുദ്രമഥനത്തിൽ കനകാചലം, അതായത് ഏതു പർവ്വതത്തെ, മന്ദരപർവ്വതത്തെ പൃഷ്ഠത്തിൽ, അതായത് പുറത്തെ ദധാര ധരിച്ചു. ഈ രാമൻ തന്നെയാണ് പണ്ട് 1,00,000 യോജന വിസ്താരമുള്ള ആമയായിട്ട് അവതരിച്ചിട്ട് സമുദ്രമഥനത്തിലെ മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് ധരിച്ചത്. രാമകൂർമോ ഭവൽ പൂർവം 1,00,000 യോജന വിസ്തൃതം സമുദ്രമഥനെ പൃഷ്ഠേ ദധാര കനകാചലം. പിന്നെ ഇനി വരാഹത്തിൻ്റെ പറയാണ്. ഹിരണ്യാക്ഷോതി ദുർവൃത്തോ ഹതോനേന മഹാത്മന ക്രോഡരൂപേണ വപുഷ ക്ഷോണീമുദ്ധരത ക്വചിത്. പിന്നെ ഒരു കാലത്ത്, ക്വചിത്സൽ ഒരു കാലത്ത്, ക്രോഡരൂപേണ വപുഷ, ഒരു വരാഹത്തിൻ്റെ, ഒരു പന്നിയുടെ ആകൃതിയിലുള്ള ദേഹം എടുത്തിട്ട് ക്ഷോണിയും ഭൂമിയെ ഉദ്ധരത അനേന ഉദ്ധരിക്കുന്ന ഇവനാൽ അതിദുർവൃത്തെ ഏറ്റവും ദുർവൃത്തനായ ഹിരണ്യാക്ഷൻ ഹത നിഗ്രഹിക്കപ്പെട്ടു. ഈ രാമൻ തന്നെയാണ് ഒരു കാലത്ത് സമുദ്രത്തിൽ മുങ്ങിയിട്ടുള്ള ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് ഒരു വരാഹരൂപം ധരിച്ച് ഈ മഹാത്മാവായിട്ടുള്ള ഈ രാമനാണ് അതിദുർവൃത്തനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഹിരണ്യാക്ഷനെ സംഹരിച്ചു. അതും രാമൻ. ഹിരണ്യാക്ഷ അതിദുർവൃത്തോ ഹതോനേന മഹാത്മന ക്രോഡരൂപേണ വപുഷ ക്ഷോണീമുദ്ധരതാ ക്വചിത്. 49 കൂടി ചെയ്യാം. പിന്നെന്താണ് ഹിരണ്യകശിപുവിനെ, അതാണ് ത്രിലോകകണ്ടകം ദൈത്യം ഹിരണ്യകശിപും പുരാ ഹതവാം നാരസിംഹേന വപുഷ രഘുനന്ദന. പണ്ട് ഈ ത്രിലോകങ്ങളുടെയും ദൈത്യം ശത്രുവായിട്ടുള്ള ഹിരണ്യകശിപുവിനെ പുരാ എങ്ങനെയായിട്ട്, നരസിംഹം ആയിട്ട് വപുഷ രഘുനന്ദന. ഈ രഘുനന്ദനൻ തന്നെ എന്താ അറിയോ, പണ്ട് 3 ലോകങ്ങളുടെയും ശത്രുവായിരുന്ന ഹിരണ്യകശിപുവിനെ ഈ രാമൻ നരസിംഹമായി അവതരിച്ച് വധിച്ചു. 50 കൂടി ചൊല്ലി നിർത്താം. ത്രിലോകകണ്ടകം ദൈത്യം ഹിരണ്യകശിപും പുരാ
ഹതവാൻ നാരസിംഹേന വപുഷാ രഘുനന്ദന. വിജ്ഞി വാമനൻ വിക്രമൈസ്ത്രിഭിരേവാസൗ ബലിം ബദ്ധ്വാ ജഗത്രയം ആക്രമ്യാദാൽ സുരേന്ദ്രായ ഭൃത്യായ രഘുസത്തമ. എന്താണ് വിക്രമൈസ്ത്രിഭിരേവാസൗ 3 അടി കൊണ്ട് ബലിം ബദ്ധ്വ മഹാബലിയെ കെട്ടിയിട്ട് ജഗത്രയം ഈ 3 ലോകത്തിനെയും ആക്രമ്യാദ്യാൽ 3 ലോകത്തെയും ആക്രമിച്ചിട്ട് വെച്ചാൽ അതിര് കടന്നിട്ട് സുരേന്ദ്രായ ഭൃത്യായ രഘുസത്തമ ഭൃത്യനായ ദേവേന്ദ്രനായിക്കൊണ്ട് അത് ദാനം ചെയ്തു. അതായത് തിരിച്ചെടുത്തു കൊടുത്തു ദേവേന്ദ്രന് സ്വർഗേ. 3 അടിയായിട്ട് 3 ലോകത്തെയും അളന്നെടുത്ത ശേഷം മഹാബലിയെ ബന്ധനത്തിലാക്കിയിട്ട് അല്ലേ, ബദ്ധ്വ എന്ന് പറഞ്ഞില്ലേ, 3 ലോകത്തെ തൻ്റെ ഭക്തനായ ദേവേന്ദ്രന് ഈ രാമൻ കൊടുത്തു. അതായത് വാമനാവതാരം. അപ്പം നമുക്കിവിടെ നിർത്താട്ടോ. 50 വായിച്ചിട്ട്. വിക്രമൈസ്ത്രിഭിരേവാസൗ ബലിം ബദ്ധ്വാ ജഗത്രയം ആക്രമ്യാദാൽ സുരേന്ദ്രായ ഭൃത്യായ രഘുസത്തമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.